ഇതിനു മുന്നേ തഞ്ചാവൂർ പോയിട്ടുണ്ടെങ്കിലും എപ്പോഴും പോകുന്നത് പെരിയ കോയിൽ കാണാനാണ്. ഈ പ്രാവശ്യം ഒരു ചേഞ്ചിന് ഗംഗൈകൊണ്ട ചോഴപുരം. രാജരാജ ചോഴന്റെ മകൻ ഉണ്ടാക്കിയ അമ്പലമാണ് ഗംഗൈകൊണ്ട ചോഴപുരം. പെരിയ കോയിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ ട്രാവൽ ചെയ്യാണ്ട്, 80 അല്ല ഒരു 70ന്റെ അപ്പോൾ ഞാൻ റൂട്ട് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ ബസ്സിൽ പോകുന്നവർക്ക് കാറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സുഖമായിരിക്കും. കാരണം ബസ്സാകുമ്പോൾ നിങ്ങൾ മാറി ഒരു 2 ബസ് മാറി കയറുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് ചിലപ്പോൾ മേ ബി ബുദ്ധിമുട്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ബസ് എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നോക്കുക. പോകുന്നവർ കാറും നിങ്ങൾ പേഴ്സണൽ വെഹിക്കിൾ ഉണ്ടെങ്കിൽ കുറച്ച് വേഗം റീച്ച് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു സോളിഡ് 7 hours തഞ്ചാവൂരിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ചിലവ്. കാരണം 10-70 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആൻഡ് ഈ പ്രാവശ്യം ആർക്കിടെക്ചർ വൈസ് കിഡുമാണ് ഗംഗൈകൊണ്ട ചോഴപുരം. ആൻഡ് മെയിൻ്റനൻസ് ഓൾസോ കിഡിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കമ്പയർ ടു പെരിയ കോയിൽ എന്താ പറയുക, നല്ല രീതിയിൽ അവിടെയുള്ള ചെടിയും കാര്യം ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഏർലി മോർണിംഗോ അല്ലെങ്കിൽ ഒരു ഈവനിങ്ങോ ഒക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ആൻഡ് ഞങ്ങൾ ഈ പ്രാവശ്യം പോയപ്പോൾ അവിടെ കയറിയിട്ട് തിരക്ക് കുറവാണ്. കമ്പാരിറ്റീവ്ലി പെരിയ കോയിൽ ഭയങ്കര തിരക്ക് കുറവാണ്. നല്ല തിരക്ക് കുറവായതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കണ്ടുവരാനൊക്കെ പറ്റും ദൈവത്തിന്. ആൻഡ് വെൽ മെയിൻറ്റൈൻഡ്, പക്ക പച്ചപ്പൊക്കെ സെറ്റ്. പിന്നെ ഈ പ്രാവശ്യം തഞ്ചാവൂർ പോയപ്പോൾ ചോഴ മെസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട്, തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തായിട്ട് എന്താ പറയുക, ഒരു ഫുഡ് സ്പോട്ടാണ് ചോഴ മെസ്. അവിടെ കയറിയിട്ട് ഫുഡ് കഴിക്കുക. കിട്ടിലും ഫുഡായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വെജ് ഹോട്ടലാണ്, പക്ഷേ അവിടെ കിട്ടുന്ന ചട്നീസും ദോശാസും ഒക്കെ കിട്ടിലാണ്. നിങ്ങൾ ട്രൈ നോക്കാം അവിടെ പോകുമ്പോൾ. പിന്നെ ഹോട്ടൽ റൂംസ് അവിടെ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പറ്റുന്ന റൂംസ് എടുക്കുക. ഞങ്ങൾ നിന്ന റൂം എന്താ പറയുക, AC ഒക്കെ ആണെങ്കിലും 1500 ആ റേഞ്ച്. അവിടെ അത്യാവശ്യം ടൂറിസ്റ്റ് പ്ലേസ് ആണ്, എപ്പോഴും ടൂറിസ്റ്റ് വരുന്നതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ആ പൈസക്ക് എന്താ പറയുക, ക്ലീൻനെസ്സും അത്രയൊന്നും ടോപ്പൊന്നും പറയാനില്ല. അപ്പോൾ എല്ലാ റൂംസും നോക്കിയിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുക, ബാർഗൈൻ ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കുക. അതൊക്കെ പറയാനുള്ളൂ ഈ പ്രാവശ്യം പോയ എക്സ്പീരിയൻസ്. പിന്നെ വൈകുന്നേരം ഈവനിങ് ഞങ്ങൾ തഞ്ചൈ പെരിയ കോയിൽ വിസിറ്റ് ചെയ്തിരുന്നു. അവിടെ പോയിട്ട് അത് കാണാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഈവനിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു ലൈറ്റിങ്, അതായത് ഞങ്ങളെപ്പോഴും ഒരു മോർണിംഗ് ഉച്ച ആ ടൈമൊക്കെയാണ് പോവാറ്. ഇതൊരു സൺസെറ്റ് ആ ഒരു ടൈമിൽ പോയിട്ട് ഈവനിങ് അവർ അമ്പലത്തിന്റെ ലൈറ്റ് ഒക്കെ ഇടും ഗോപുരത്തിന്. കിട്ടില്ലായിരുന്നു. അത് ഭയങ്കര ഒരു ടെമ്പറേച്ചർ ലൈക്ക് ഓവർ ഹീറ്റും അല്ല ഓവർ തണുപ്പും അല്ല, ഒരു ഇന്റർമീഡിയറ്റ് അവസ്ഥയിൽ ഭയങ്കര രസമുണ്ടായിരുന്നു ആ ഒരു ഈവനിങ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ തഞ്ചൈ പെരിയ കോയിൽ ഒരു ഈവനിങ് ഒക്കെ വിസിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഏർലി മോർണിംഗ് തഞ്ചൈ പെരിയ കോയിൽ വിസിറ്റ് ചെയ്തിട്ട് ഈവനിങ് ഗംഗൈകൊണ്ട ചോഴപുരം വിസിറ്റ് ചെയ്യുക. ഒക്കെ നിങ്ങളെ സൗകര്യം പോലെ എങ്ങനെ വെച്ചാൽ വിസിറ്റ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഈ പ്രാവശ്യം തഞ്ചാവൂർ പെരിയ കോയിലൊക്കെ പോയപ്പോൾ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. അത് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അതിനാണ് ഈ വീഡിയോ. താങ്ക് യു. ഈ ചാനൽ ഇഷ്ടപ്പെട്ട, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.